ശരിക്ക് ഈ ഒരു വലിയ വരം കിട്ടിയ ആളുകളാണ്. നളപാചകം എന്ന പൊതുവിലൊരു ശൈലിയുണ്ട്. അഗ്നിദേവന്റെ വരം കൊണ്ട് നളൻ ഏറ്റവും രുചികരമായ ഭക്ഷണം പാകം ചെയ്യാൻ തീർച്ചയായിട്ടും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവര് പാചക തൊഴിലാളികൾ മേഖലയിലെ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ശരിക്കും അതായത് അത്തരത്തിൽ വരം സിദ്ധിച്ചവർ തന്നെയാണ്. നമുക്കറിയാം ഏത് മേളകളിലും അതുപോലെ തന്നെ ഏത് ഉത്സവങ്ങളിലും ഏത് ഫംഗ്ഷനുകളിലും ആദ്യം ആളുകൾ ചോദിക്കുന്ന ഭക്ഷണം എങ്ങനെയാണെന്നല്ല. നമുക്കറിയാം ഏഷ്യയിലെ ഏറ്റവും വലിയ മേളയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നുള്ളത്. ആ സംസ്ഥാന സ്കൂൾ കലോത്സവത്തില് 10,000-കണക്കിന് ആളുകൾക്കാണ് ഭക്ഷണം വിളമ്പുന്നത്. ഇപ്പൊ അടുത്ത തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ആ കലോത്സവത്തിലും നമ്മുടെ പഴയടം തന്നെയാണ് പരിഭവമില്ലാത്ത നല്ല രീതിയിൽ ഭക്ഷണം നൽകിയെന്നുള്ളതാണ്. അത് വളരെ സന്തോഷകരമായ കാറ്ററിംഗ് മേഖലയിലൊക്കെ നമുക്ക് കാണാം. എത്ര തിരക്കുള്ള ഫംഗ്ഷൻ ആയാലും സ്ത്രീകൾ വളരെ ഭംഗിയോടെ ആ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. ഹനീഫയെ കുറിച്ചൊരു വാക്ക് പറയാതെ ഞാൻ നിർത്തുന്നത് ശരിയല്ല. കാരണം കേരള സ്റ്റേറ്റ് കുക്കിംഗ് ടർക്കീസ് യൂണിയന്റെ കണ്ണൂർ യൂണിറ്റിന് വേണ്ടിയിട്ട് ഒരു രജിസ്ട്രേഷൻ വേണ്ടിയിട്ട് പലവട്ടം നമ്മുടെ ഓഫീസിലേക്ക് വരാറുണ്ട്. ആ ഒരു സംഘടനാ രജിസ്ട്രേഷന് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനൊരു ഭരണഘടന ഉണ്ടാവണം, അതിന് പ്രത്യേകിച്ച് മിനിറ്റ്സ് ഉണ്ടാവണം, ജനറൽ കൂടണം. ഈ കാര്യങ്ങളൊക്കെ ഈ മനുഷ്യനുണ്ടാച്ച പലവട്ടം നമ്മുടെ ഓഫീസിനകത്ത് അതായത് ഈ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയും കൃത്യമായിട്ട് സംഘടന അല്ലെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ നേടിയെടുക്കുന്ന കാര്യത്തിൽ നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നത് ഒരു നേതാവിന് പറ്റിയ ഒരു ക്വാളിറ്റിയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റുള്ള തൊഴിൽ ശ്രേഷ്ഠ അവാർഡിനെ കുറിച്ച് അദ്ദേഹം പറയുകയും പ്രാവീണ്യം നേടിയിട്ടുള്ള തൊഴിൽ ശ്രേഷ്ഠ അവാർഡുകൾ തീർച്ചയായിട്ടും ഹനീഫ ഒരു നിർദ്ദേശം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മികച്ച തൊഴിൽ ശ്രേഷ്ഠ അവാർഡ് നമ്മുടെ പാചക തൊഴിലാളികളെയും പരിഗണിക്കുന്നതാണ്. പക്ഷെ ചിലർക്ക് ഒരാളെ മാത്രമേ നമുക്ക് സംസ്ഥാനത്ത് നേടുവാൻ പറ്റുന്നതാണ് മികച്ച പാചക തൊഴിലാളികൾ. മറ്റുള്ളവർക്ക് പരിഭവം ഉണ്ടാവുമോ? അതായത് മികച്ച തൊഴിൽ ശ്രേഷ്ഠ അവാർഡിന് പാചക തൊഴിലാളികളെ കൂടി പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഇടപെടൽ എന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് കൂടി ഞാൻ ഈ സമയത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ എന്നെ പറ്റി അദ്ദേഹം പറഞ്ഞത് അതായത് നമുക്ക് നമ്മുടെ ഓഫീസിനകത്ത് എത്തിച്ചേരുന്ന തൊഴിലാളികളെ അല്ലെങ്കിൽ ആളുകളെ ആരായി ഇപ്പൊ എന്നെയും കാത്ത അവിടെ ഇരിക്കുന്നത് കുറച്ച് തൊഴിലാളികളെ അല്ലെങ്കിൽ ആളുകൾ. അപ്പോൾ ഞാൻ ഓഫീസ് സമയത്ത് തന്നെയാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ വിളിച്ചുകൊണ്ടതാണ് ഞാൻ. അപ്പൊ ഞങ്ങളുടെ മുന്നിൽ വരുമ്പോഴേ നമ്മളെന്താണ് അവരെ അഡ്രസ് ചെയ്യാറുള്ളത്, അവരെ കേൾക്കാൻ തയ്യാറാകുക, വളരെ ചിരിച്ചോടുകൂടി അല്ലെങ്കിൽ വളരെ മന്ദസ്നത്തോടുകൂടി ആളുകളെ സ്വീകരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു മുദ്രയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ശൈലിയാണ്. അപ്പൊ അത് ഞാൻ തുടരുക ചെയ്യും. അത്രമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എല്ലാ ഈ രജിസ്ട്രേഷനായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു എന്നല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതെന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്തതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനില്ല. ഈ കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയന്റെ കണ്ണൂർ ജില്ലാ കൺവെൻഷന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം. ഒരു എനിക്ക് എന്നെ പോകാൻ അനുവദിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരാതി ഉണ്ടാവും. അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം കൂടി അധ്യക്ഷ